ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യാം, അതുപോലെ ഇനി വരുന്ന ആഴ്ചയിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് ബോണസ്, ഡിവിഡൻഡ്, സ്പ്ലിറ്റ് ഒക്കെ തരുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ശനിയാഴ്ച മാർക്കറ്റ് ഉണ്ടായിരുന്നു, ബട്ട് വലിയൊരു നേട്ടമൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ബാങ്കിങ് ഓഹരികൾ ഒരുവിധം നല്ല പെർഫോം ചെയ്തെങ്കിലും FMCG, ഫാർമ ഓഹരികളൊക്കെ, IT മേഖലകളൊക്കെ താഴേക്കാണ് പോയത്. സെൻസസ് നോക്കുകയാണെങ്കിൽ 259 പോയിന്റ്സ് താഴ്ന്നു, 71,423. അതുപോലെ നിഫ്റ്റി 50 0.23% നഷ്ടത്തിൽ ക്ലോസ് ആയിട്ടുണ്ട്. 21,571 ആ ഒരു പ്രൈസിൽ ക്ലോസ് ആയിട്ടുണ്ട്. നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 20 കമ്പനികളാണ് നേട്ടത്തിൽ വന്നത്, 30 താഴ്ന്നും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ധനലക്ഷ്മി ബാങ്ക് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 9.99% ഉയർന്നിട്ടുണ്ട്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയത് കോൾ ഇന്ത്യ സ്റ്റോക്ക് ടോപ്പ് ഗെയിനറായി. ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് HUL. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി PSU ബാങ്കും വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി FMCGയും ആകുന്നു. സോ അതിൽ മെയിനായിട്ട് നല്ല നഷ്ടത്തിൽ പോയ സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതുപോലെ PB ഫിൻടെക്, പൂനാവാല ഫിൻകോർപ്പ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ഹിപ്ക ലബോറട്ടറീസ് ഒക്കെ താഴെ പോയിട്ടുണ്ട്. ബട്ട് NHPC വിവിധ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 9.45%. പിന്നെ RVNL നല്ല പെർഫോം ചെയ്തിരിക്കുന്നു, 9.99%. അതുപോലെ IRFC 9.98% പോയിട്ടുണ്ട്. അദാനി എനർജി സൊല്യൂഷൻ 7.49%. ദെൻ അദാനി ഗ്രീൻ എനർജിയും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 6.85% ഉയർന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നല്ല പെർഫോം ചെയ്ത സ്റ്റോക്കിലാണ്. അപ്പം ഇനി വരുന്ന വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലാണ്. അതിലൊരു 10 സ്റ്റോക്കിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വോൾട്ടാസ് ആണ്. 1025 റുപ്പീസിലാണ് കറന്റ് ട്രേഡ് ചെയ്യുന്നത്. 1150 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് മോട്ടിലാൽ ഒസ്വാൾ ആണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ EPL 200 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. 270 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, മോട്ടിലാൽ ഒസ്വാൾ ആണ്. ദെൻ തേർഡ് സ്റ്റോക്ക് പൂനാവാല ഫിൻകോർപ്പ്. ഇന്നിപ്പോൾ ഡൗൺ ആണ് എന്ന് നോക്കണ്ട, 2 weeks to 1 month ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം ഫ്രെയിം. സോ 580 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 500 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 520, 580 ആണ് ടാർഗറ്റ് വരുന്നത്. ദെൻ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് 1740. ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 1900 വരെ പോകുമെന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ 575 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 660 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ് 884 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 945 വരെ പോകാൻ സാധ്യതയുണ്ട്. ICICI സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ മെട്രോ ബ്രാൻഡ്സ് 1140 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1300 വരെ പോകാൻ സാധ്യതയുണ്ട്. സോളാർ ഇൻഡസ്ട്രീസ് ആണ് നെക്സ്റ്റ് വരുന്നത്.
6,931 rupees. കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്. ബട്ട് എന്നാലും ആനന്ദ് രവി ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. 8,020 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ 1 month ആണ് ഇതിൻ്റെ ടൈം ഫ്രെയിം. ദെൻ അനൂപ് എഞ്ചിനീയറിംഗ് 2 weeks to 1 month. അനൂപ് എഞ്ചിനീയറിംഗ് 2,998 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 3,568 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇന്നിപ്പോൾ താഴെയാണ്. ബട്ട് ടോപ്പ് ബ്രോക്കറേജസ് ഈ ഒരു സ്റ്റോക്കിന് 2 weeks to 1 monthനുള്ളിൽ 2,500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2,724 വരെ പോകുമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രഭുദാസ് ലീലാധറാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 10 സ്റ്റോക്കിലാണ് ടോപ്പ് ബ്രോക്കറേജസ് നെക്സ്റ്റ് വീക്ക് മുതൽ റിട്ടേൺസ് തരുമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ജനുവരി 23 മുതൽ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഡിവിഡൻഡ് തരുന്നതെന്ന് നോക്കാം. അതിലൊരു 7 സ്റ്റോക്കിലാണ് ഡിവിഡൻഡ് തരുന്നത്. അതിൽ ഫസ്റ്റ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ പറയുന്നത് ഇഷാൻ ഇന്റർനാഷണൽ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ബോണസും സ്പ്ലിറ്റും തരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഫേസ് വാല്യൂ 10 എന്നുള്ളത് 1 മാറുന്നു. അതുപോലെ ബോണസും നൽകുന്നുണ്ട് 2:1. അപ്പോൾ ഇത് രണ്ടും തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും നാളെ. സോ ഇതിലിപ്പോൾ ജസ്റ്റ് അനൗൺസ് ചെയ്യുന്നത് മാത്രമേ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഒരു നെക്സ്റ്റ് വീക്കിൽ ബോണസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് തരുന്നത്. ബോണസ് 2:1 ആൻഡ് സ്പ്ലിറ്റ് ഉണ്ടാവും 10 രൂപയിൽ നിന്ന് 1 രൂപയാണ്. സോ 25 എക്സ് ഡേറ്റ് വരുന്നത്. സോ അതിന് മുന്നേ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് എലിജിബിൾ ആവും ബോണസ് അല്ലെങ്കിൽ സ്പ്ലിറ്റിന്. മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്. ഇനി ഡിവിഡൻഡ് വരുന്ന സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ബട്ട് ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. കാരണം ഇതിൻ്റെ ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത് എക്സ് ഡേറ്റ് 22 സോ ഒന്ന് മാർക്കറ്റ് അവധിയാണ്. സോ അതിന് മുന്നേ, അതായത് നിങ്ങളിപ്പോൾ 19 ആ ഒരു ഡേറ്റിനോ അതിന് മുന്നേ നിങ്ങൾ മേടിച്ചിരുന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഏഞ്ചൽ വൺ. സോ ഏഞ്ചൽ വണ്ണിൻ്റെ ഡിവിഡൻഡ് മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് 3 rupees ആണ് ഡിവിഡൻഡ് തരുന്നത്. എക്സ് ഡേറ്റ് 22. പിന്നെ അതുപോലെ ഏഞ്ചൽ വൺ 12 രൂപ 70 പൈസയാണ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 23 ആണ്. ഉണ്ടോ, 23 എക്സ് ഡേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വിപ്രോയാണ്. 1 rupees ഡിവിഡൻഡ്. സോ ജനുവരി 24 എക്സ് ഡേറ്റ് വരുന്നത്. വിപ്രോയൊക്കെ നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടേം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് വിപ്രോ. ദെൻ അതുപോലെ മാസ്റ്റാക് ലിമിറ്റഡ്. മാസ്റ്റാക് ലിമിറ്റഡ് ജനുവരി 25 എക്സ് ഡേറ്റ് വരുന്നത്. 7 രൂപയാണ് ഡിവിഡൻഡ് വരുന്നത് മാസ്റ്റാക്. അപ്പോൾ എല്ലാ സ്റ്റോക്കിലും കയറി നമ്മൾ മേടിക്കേണ്ട, ചില സ്റ്റോക്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഡിവിഡൻഡ് തരുന്നത് കൊണ്ട് ബെനിഫിഷ്യൽ ആവുള്ളൂ. അപ്പോൾ അത് ഏത് സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ബോണസ് അല്ലെങ്കിൽ സ്പ്ലിറ്റിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കാമോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ന്യൂസ് മാത്രം പറയുന്നു. ഓക്കെ, ദെൻ KDDL ലിമിറ്റഡ് 58 രൂപയാണ് ഡിവിഡൻഡ് വരുന്നത്. എക്സ് ഡേറ്റ് 25 KDDL ഈ ഒരു സ്റ്റോക്ക് മെയിനായിട്ട് കൺസ്യൂമർ ഡ്യൂറബിൾസിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 58 രൂപ ഡിവിഡൻഡ് തരുന്നതിന് വേണ്ടി ഈ ഒരു സ്റ്റോക്ക് മേടിക്കാമോ, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. IIFL ഫിനാൻസ് 4 rupees ആണ് ഡിവിഡൻഡ് വരുന്നത്. എക്സ് ഡേറ്റ് 25 ദെൻ കെ സോൾസ് ഇന്ത്യ 1,318 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 7 രൂപ 50 പൈസയാണ് ഡിവിഡൻഡ് വരുന്നത്. 25 ഡിവിഡൻഡ് വരുന്നത്. അപ്പോൾ 25 ഡിവിഡൻഡ് തരുന്നത് 4 കമ്പനികൾ അന്ന് ഡിവിഡൻഡ് തരുന്നുണ്ട്.
ഓക്കെ. സോ അപ്പോൾ ഇത്രയും സ്റ്റോക്കിലാണ് ബോണസ് ഡിവിഡൻഡ് ഇനി വരുന്ന ആഴ്ചകൾ സ്പ്ലിറ്റ് തരുന്നത്. സോ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. എല്ലാ സ്റ്റോക്കിലും നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു ആഫ്റ്റർ സ്പ്ലിറ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ആ സെക്ടറുടെ ഗ്രോത്ത് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ആ ഒരു സ്റ്റോക്ക് മേടിക്കാവൂ. അല്ലാതെ ഡിവിഡൻഡ് തരുന്നു അല്ലെങ്കിൽ സ്പ്ലിറ്റ് തരുന്നു എന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വരുന്നു, അത് വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, അതുപോലെ ക്രൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.